ഹലോ ഫ്രണ്ട്സ്, ബബ്ബ എന്ന സിനിമയിലെ ടീസർ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ലേറ്റായെന്നറിയാം, നിങ്ങൾ ഇതിനു മുമ്പും കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പറയുന്നതായിരിക്കും. ടീസറിൽ ഒന്നാമത്തെ ഷോട്ട് തൊട്ട് ദിലീപ് റെഫറൻസ് കാണിക്കുന്നുണ്ട്. ഷോട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ജിപ്സി ഓടിക്കുന്നത് ദിലീപേട്ടൻ തന്നെ. ആ ജിപ്സി ഓടിക്കുന്ന ദിലീപേട്ടൻ തന്നെ എന്ന് പറയാനുള്ള കാര്യം ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. പുള്ളി ഈ ഷോട്ടിൽ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂമാണ് ആ ജിപ്സി ഓടിക്കുമ്പോൾ ഇട്ടേക്കുന്നത്. അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഷോട്ടാണ്. ഈ പാർട്ടിയായിട്ട് ദിലീപേട്ടൻ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വീഡിയോയുടെ അവസാനം നോക്കാം. അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ് കാണിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കൂടുതൽ പോർഷനും പാലക്കാട് ഭാഗത്താണ് ബസ്സിന്റെ ഈ ഷോട്ട് കൊണ്ട് കാണിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിനെ ചുറ്റിപ്പറ്റി 3-4 ഷോട്ടുകളും കാണിക്കുന്നുണ്ട്. അതിൽ ഈ ഷോട്ടിൽ ഇവിടെ എന്തൊക്കെയോ അടിയോ വഴക്കൊന്നും നടക്കുന്നുണ്ട്. അതിന് കണ്ടിന്യൂറ്റി ആയിട്ട് ഈ ഷോട്ടിൽ മുകളിൽ നിൽക്കുന്നവരും അത് കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഷോട്ടിൽ നോക്കി ഇതിനകത്തൊരു ഹിഡൻ ഡീറ്റെയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഗില്ലി സോഡ എന്ന് പറഞ്ഞൊരു പരസ്യം നമുക്കിവിടെ കാണാം. അത് ഇവിടെ ഒരു ഗില്ലി റെഫറൻസ് ആയിട്ടായിരിക്കാം കൊടുത്തേക്കുന്നത്. വെറുതെ ഒന്ന് ഗില്ലി സോഡ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അടുത്തത് ഈ ഒരു ഷോട്ടാണ്. റിക്വസ്റ്റ് കാര്യങ്ങളായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അവരെ പോലീസ് തടയുന്നുണ്ട്. അടുത്തത് ഈ ഒരു ഷോട്ടാണ്. ഈ ഒരു ഷോട്ടിൽ കാണിക്കുന്നത് ഒരിക്കലും ദിലീപേട്ടനല്ല. കാരണം ഇത് ദിലീപേട്ടൻ ജിപ്സി എടുക്കുന്ന ഷോട്ടാണ്. ഇതിനകത്ത് വാച്ചും അതിനകത്ത് വാച്ചും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് വിനീത് ശ്രീനിവാസന്റെ ഇൻട്രോ ആണ്. ദിലീപിനെ പിടിക്കുന്ന ഒരു ഓഫീസറായിട്ടായിരിക്കണം വിനീത് ശ്രീനിവാസന്റെ റോൾ. അത് കഴിഞ്ഞ് തൊട്ട് പറയുന്ന ഷോട്ട് ഇതാണ്. അതിൽ ഈ പുള്ളിക്ക് വിനീത് ശ്രീനിവാസനെ കാണുമ്പോൾ തനിക്ക് നേടാൻ പറ്റാത്ത എന്തോ നേടിയെന്നും ഈ പുള്ളിക്ക് അഭിമാനം തോന്നുന്ന പോലെയാണ് ഈ ഷോട്ട് കാണിക്കുന്നത്. നിങ്ങൾ ഈ കാറൊന്ന് നോക്കി വെച്ചേക്കണേ, നമുക്ക് ആവശ്യം വരും. അതിൽ ഇപ്പോൾ അതിൻ്റെ സ്വാഗൊക്കെ കാണുമ്പോൾ ദിലീപേട്ടന് ചെറുപ്പകാലത്തെയായിരിക്കും സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ദിലീപേട്ടനെ എങ്ങായിട്ടുള്ള കാലത്തെയായിരിക്കും സൂചിപ്പിക്കുന്നത്. മലയാളം തമിഴും കലർന്നൊരു ഭാഷയായിരിക്കും പുള്ളി സംസാരിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തായിട്ട് വിനീത് ശ്രീനിവാസന്റെ ഇൻട്രോ ആണ് കാണിക്കുന്നത്. ഈ സിനിമയിൽ പുള്ളിക്ക് കൊമേഡിയനായിട്ടായിരിക്കും റോളുള്ളത്. നിങ്ങൾ ഈ ഷോട്ടിലോട്ട് നോക്കി ആ പെണ്ണിന് മുന്നേ ഷോ ഇറക്കിയിട്ട് ഗ്ലാസ് വെക്കുന്നതായിട്ടാണ് ഈ ഷോട്ട്. ഇതുപോലൊരു ടൈപ്പ് ക്യാരക്ടറായിരിക്കും പുള്ളിയുടെ. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഷോട്ട് ദിലീപിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടുള്ളതായിരിക്കും. അത് കഴിഞ്ഞിട്ട് കിടന്ന് വിനീതിൻ്റെ ഷോട്ടിൽ പട്ടി പിടിച്ചായിട്ട് കിടന്ന് അരക്കുന്നതായിട്ട് കാണാം. ഇപ്പോഴേ ഒരു കാര്യം പറയും, ഈ സിനിമയിൽ പോലീസുകാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരു വട്ടം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഞാൻ ഈ സിനിമയെ പറ്റി ഓവർ ഹൈപ്പ് കുറയ്ക്കുകയോ ചെയ്യല്ല. ഇതിനകത്ത് ഹിഡനായിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അറിയിക്കുന്ന മാത്രം. നിങ്ങൾ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. പിന്നെ ഒരു ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണം. ഇനി പുള്ളിയും പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. നിങ്ങൾ ഈ വണ്ടി കണ്ടേ, ഇതെവിടെ കിടക്കുന്നതെന്നും കണ്ടേ. ആ പാർട്ടി പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്ക് ദിലീപേട്ടൻ ഇൻവോൾവ് ആവുന്നുണ്ട്. അത് ശരി വെക്കുന്ന 2 ഷോട്ടുകളാണ് ഇത് രണ്ടും. നിങ്ങൾ ഈ ഭാഗത്തോട്ട് നോക്കി, ഇതാ പാർട്ടിയുടെ ഓടി തന്നെയല്ലേ. പുള്ളിക്കാരൻ ചിലപ്പോൾ പാർട്ടിയിലുള്ള ആളായിരിക്കും, ചിലപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആളുമായിരിക്കും. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് ഒരു അംബാസഡർ കാർ നോക്കി വെക്കാൻ പറഞ്ഞില്ലേ, ആ കാറ് അടിച്ചുകൊണ്ട് പോകുന്ന പോക്കാണ് ഇത്. ഒന്നെങ്കിൽ പുള്ളി കട്ടുകൊണ്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും ഇട്ട് വട്ടി കളിപ്പിക്കാനും ആയിരിക്കാം. ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു ഷോട്ട്. ധാരുടെ വണ്ടി എന്നൊന്നും ഞാൻ പറയാറുണ്ടല്ലോ, TN 5900. നമ്മുടെ മുത്തുപ്പാടിയുടെ അടുത്തൊന്ന് വിജയ് അടിച്ചെന്ന് സെയിം വണ്ടി. അല്ല, അതെങ്ങനെ ഇവിടെ എത്തി? ഇനി മുത്തുപ്പാടിയുടെ വല്ല ക്യാമറ ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഷോട്ടാണ് ഇത്. ഇത് പോലീസ് പുള്ളിയെ പിടിക്കാനും പോലീസിനെ ഇട്ട് വട്ടം കറക്കാനും ചാൻസ് ഉണ്ട്. പോലീസ് ജീപ്പുകൾ ഒരു ഗ്രൗണ്ടിൽ എത്തിയായിട്ടും കാണിക്കുന്നുണ്ട്. അതേ സെയിം ഗ്രൗണ്ടിൽ വെച്ചാണ് ദിലീപായിട്ട് ഒരു പോലീസുകാരനെ എടുത്തിട്ട് അടിക്കുന്നത്. ഈ ഷോട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നീ കൂടിക്കിടക്കുന്ന പോലീസുകാരെ കഴിഞ്ഞ ഷൂട്ടിൽ കാണിച്ച ദിലീപേട്ടൻ അടിച്ചു കൂട്ടിയായിക്കോടെ. അങ്ങനെയാണെങ്കിൽ സിനിമയുടെ തോട്ട് ഇങ്ങനെയായിരിക്കും. ദിലീപേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നു, പോലീസുകാർ പുള്ളി പിടിക്കാനായിട്ട് പെടാപ്പാട് വിടുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ വിനീത് ശ്രീനിവാസന്റെ ഇൻട്രോയും പുള്ളിയും വട്ടം ചുറ്റിച്ച് അതിനകത്ത് ദിലീപിന്റെ സപ്പോർട്ടായിട്ട് ലാലേട്ടൻ്റെ ക്യാമിയോയും. ദൈവമേ, ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്തോ. ഇനി അടുത്തത് ഇതിൻ്റെ ടൈറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ടൈറ്റിലൂടെ കാണാൻ പറ്റുന്നത് ജിപ്സിയുടെ സ്പെയർ പാർട്സുകളാണ്. ജിപ്സിയുടെ ടയറും 2 ഡോറുകളും പിന്നെ ചുട്ടുപഴിച്ച സൈലൻസറും. ഈ സിനിമയിൽ വിജയുടെ റെഫറൻസ് നല്ലപോലെ കാണാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ വിജയ് ഫാനായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റെഫറൻസിലൂടെ കാണും. ഇതൊക്കെയാണ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ള ഹിഡൻ ഡീറ്റെയിൽസ്. പലർക്കും ഒരു ധാരണയുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിട്ടൊന്നും കാണാനേ പോകുന്നില്ല. എന്നാൽ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞെന്ന് പറയാം. ഒന്നാമതായിട്ട് ദിലീപേട്ടൻ്റെ സ്റ്റാർഡം തന്നെ, ജനപ്രിയ നായകൻ എന്ന സ്റ്റാർഡം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ക്യാമിയോ. മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ വിജയുടെ ഗില്ലി റെഫറൻസും. നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ മണിച്ചേട്ടൻ്റെ സോന സോങ്. അതിൽ രണ്ടാമത് പേരെടുക്കുക ലാലേട്ടൻ്റെ ക്യാമിയോ. നമുക്ക് എല്ലാവർക്കും ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് പവർ എന്തെന്നറിയാം. ലിയോയുടെ 2 ഡിജിറ്റ് നമ്പർ കേരള ഇൻഡസ്ട്രിയെ കാണിച്ച വിജയുടെ റെക്കോർഡ് പുഷ്പം പോലെ തകർത്തെറിഞ്ഞിട്ട് ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥ രാജാവെന്ന് ലാലേട്ടൻ തെളിയിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിജയുടെ ഗില്ലി റെഫറൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടൻ കഴിഞ്ഞാൽ വിജയ്ക്കാണ് ഫാൻ ബേസും ബോക്സ് ഓഫീസ് പവറും കൂടുതൽ. സിനിമ മുഴുവൻ വിജയുടെ റെഫറൻസും പിന്നെ മണിച്ചേട്ടൻ്റെ സോന സോങ് കാണുമ്പോൾ സിനിമയുടെ ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇനി ഈ സിനിമ ഹൈപ്പിനകത്ത് പെർഫോമൻസ് കൂടെ വന്ന, ഹൈ പോസിറ്റീവ് റിപ്പോർട്ടോടെ വന്ന, പിന്നെ മോനെ ഈ സിനിമ പിടിച്ച കേട്ടത്തില്ല, ഇൻഡസ്ട്രി തൂക്കി അടിച്ചിട്ട് ഈ സിനിമ പോകത്തുള്ളൂ. ഇനി നിങ്ങൾ പറ, ഈ സിനിമയുടെ ലെവൽ നോക്കിയിട്ട് പറ, ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കോ ഇല്ലയോ? കേസിന്റെ വിധിയും വന്ന് പുള്ളിക്കാരൻ തെറ്റാനല്ലെന്ന് അറിയുകയും ചെയ്തു. ഇനി എന്താ, ട്രെയിലർ അപ്ഡേറ്റ് ഓൺ ദ വേ. ഇത്രയും നേരം കണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ലൈക്ക്.